ഒന്നും രണ്ടും മൂന്നും പരാതികൾ എല്ലാം അടപടലം മൂഞ്ചിയതോടുകൂടി ഇപ്പോൾ അണിയറയിൽ AKG സെൻറ്ററിൽ നിന്നുള്ള 2 ആചാര്യന്മാരും കേരളത്തിലെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകൻ എന്ന് അവകാശപ്പെടുന്ന ഒരു കൂട്ടിക്കൊടുപ്പുകാരനും കൂടി ചേർന്നുകൊണ്ട് ഇപ്പോൾ കേരളത്തിലെ ചില അച്ഛനമ്മമാരെ സമീപിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അച്ഛനമ്മമാരെ എന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാരെ, പാരൻസിനെ സമീപിച്ചിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മയെ സമീപിക്കുന്ന മാധ്യമങ്ങൾ എന്തിന് സാങ്കല്പിക ഇരയാകുമോ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറയാൻ തയ്യാറുണ്ടോ? പരാതി പറയുകയാണെങ്കിൽ ഇന്ന സാധനങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ, സൗകര്യങ്ങൾ, സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനാദേവി കുഞ്ഞമ്മയെ സമീപിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതേ ആളുകൾ അതേ മാധ്യമങ്ങളിൽ, വേശ്യാ മാധ്യമങ്ങളിൽ പെടുന്ന റിപ്പോർട്ടർ TVയിലെ മൊട്ട അരുൺകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘവും AKG സെൻറ്ററിൽ നിന്നുള്ള 2 ആളുകളും, അതിലൊരാൾ പിരായിരിയിൽ നിന്നുള്ള MLA ആണ്. പിരായിരിയിൽ നിന്നുള്ള MLAയും അതുപോലെ കിണറിലിറങ്ങിയ MLAയും, ഈ 2 MLAമാർ, കിണറിലിറങ്ങിയ MLAയും പിരായിരിയിൽ നിന്നുള്ള MLAയും തോറ്റാലും അവർക്ക് MLA ആണല്ലോ. CPM എവിടെയും സഖാക്കൾ എവിടെയും ഞങ്ങൾ തോറ്റു എന്ന് പറയാറില്ല. ശൈലജ ടീച്ചർ ഇപ്പോഴും MP ആണ് വടകരയുടെ, അല്ലേ? അതുപോലെ കിണറിലിറങ്ങിയ MLA, പിരായിരിയിലെ MLA, ഈ 2 MLAമാരുടെ അടങ്ങുന്ന AKG സെൻറ്ററിൽ നിന്നുള്ള സംഘം, അതുപോലെ റിപ്പോർട്ടർ TVയിലെ മൊട്ട അരുൺകുമാറും മറ്റു ചില ആളുകളും അടങ്ങുന്ന ഒരു സംഘവും, 2 സംഘവും കേരളത്തിൻ്റെ ഒരാൾ അങ്ങ് കാസർഗോഡ് നിന്ന് ഇങ്ങോട്ടും മറ്റൊരാൾ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ടും. പാലക്കാടാണ് ഇതിൻ്റെയൊക്കെ പോയിന്റ്, കേന്ദ്ര പോയിന്റ് എന്ന് പറയുന്നത് പാലക്കാടാണ്. അപ്പോൾ അന്വേഷണവുമായി ഇറങ്ങിയിട്ടുണ്ട്. ഏതുപോലെ 2025 ഓഗസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ആരോപണം ഉയർത്തിയ ആളുകൾ അന്ന് പരാതിക്കാരിയെ അന്വേഷിച്ച് കേരളത്തിലെ പോലീസിനെ ചാക്കും കൊടുത്ത് ഇറക്കി വിട്ടതുപോലെ ഇപ്പോൾ ഒരു അച്ഛനമ്മമാരെ തേടിയാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, എന്തിനാണ് അച്ഛനമ്മമാർ എന്തിനാണ് എന്ന് നിങ്ങൾ ചോദിക്കും. അവിടെയാണ് അതിൻ്റെ വളരെ ഒളിഞ്ഞു കിടക്കുന്ന, വളരെ കുബുദ്ധിയോടുകൂടി, കുതന്ത്രത്തോടുകൂടി ഈ രാഹുൽ മാങ്കൂട്ടം വിവാദത്തെ ഒന്നുകൂടി കത്തിക്കാൻ, അല്ലെങ്കിൽ രാഹുലിനെ എങ്ങനെയെങ്കിലും പൂട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവർ അന്വേഷിക്കുന്നത് പരാതിക്കാരിയല്ല, മറിച്ച് പരാതിക്കാരി തന്നെയാണ്, പക്ഷേ ഇവർ സമീപിക്കുന്നത് അച്ഛനമ്മമാരെയാണ്. ആ അച്ഛനമ്മമാരെ സമീപിച്ചുകൊണ്ട് കോടികളാണ് ഓഫർ. പരാതിക്കാരിയാവുകയാണെങ്കിൽ ഒരു രീതിയിലും ഒരു നിലക്കും നിങ്ങളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുകയില്ല, നിങ്ങൾ ആരാണെന്ന് കേരളത്തിന് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കോടികളുടെ സാമ്പത്തിക സഹായം ലഭിക്കുകയും ചെയ്യും. ഒരർത്ഥത്തിലും കേരളത്തിന് തിരിച്ചറിയാൻ കഴിയില്ല. ഇതാണ് ആദ്യമേ പറയുന്ന ഓഫർ എന്ന് പറയുന്നത്. അച്ഛനമ്മമാരെ വിലക്ക് വാങ്ങുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടി പരാതിക്കാരിയാവാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഒരു പോസ്കോ കേസ് അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പോസ്കോ കേസിൽ എന്ത് വേണം? ഇപ്പോൾ പരാതിക്കാരിയെ നേരിട്ട് സമീപിക്കാൻ കഴിയില്ല. അങ്ങനെ സമീപിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഇപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മയെ സമീപിച്ചതുപോലെ 2025 ഓഗസ്റ്റിൽ ഈ 3ാമത്തെ പരാതിക്കാരിയെ റിനി ആൻ ജോർജ് സമീപിച്ച് പരാതിക്കാരി ആവണമെന്ന് പറഞ്ഞതുപോലെ ഒരു 18 വയസ്സ് താഴെയുള്ള ഒരു പ്രായപൂർത്തിയാവാത്ത, നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം 18 വയസ്സിലാണല്ലോ പ്രായപൂർത്തിയാവുന്നത്. അപ്പോൾ 18 വയസ്സിന് താഴെയുള്ള ഒരാളെ ഡയറക്റ്റായിട്ട് സമീപിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അച്ഛനമ്മമാരെ, അത് വളരെ സെലക്റ്റീവായിട്ട് പെൺകുട്ടികൾ മാത്രമുള്ള അച്ഛനമ്മമാരെ നോക്കി, സാമ്പത്തിക സ്ഥിതിയിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ നോക്കി, കയറിക്കിടക്കാൻ ഒരു മര്യാദക്ക് ഒരു വീടില്ലാത്ത അച്ഛനമ്മമാരെ നോക്കിയൊക്കെയാണ് ഇവർ ആളുകളെ സമീപിക്കുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് അങ്ങനെ സാമ്പത്തികമായിട്ടും വളരെ പിന്നാക്കം നിൽക്കുന്ന ആളുകളെ
സാമ്പത്തിക സ്ഥിതി വളരെ മോശം അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന ആളുകളെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പരാതിയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, കാരണം ഇതൊക്കെ ഇപ്പോൾ ഓൾറെഡി പരാതി അടക്കം ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. അതിലിനി ഈ പറയുന്ന തയ്യാറാവുന്ന അല്ലെങ്കിൽ ഇരകളെ കണ്ടെത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് മാത്രം ആഡ് ചെയ്താൽ മതി. ഒരു പരാതി ഓൾറെഡി AKG സെൻറ്ററിൽ ഡ്രാഫ്റ്റഡ് ആണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ പ്രധാനമായിട്ടും ആ പരാതിയിൽ പറയുന്ന കാര്യം, പഠന സഹായത്തിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ സമീപിച്ചു. ആ പഠന സഹായത്തിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ സമീപിച്ചപ്പോൾ രാഹുൽ സാമ്പത്തികമായി സഹായിച്ചു എന്ന് മാത്രമല്ല, ആ സഹായത്തിൻ്റെ പേരിൽ ചൂഷണം ചെയ്തു, ബലാത്സംഗം ചെയ്തു, പീഡിപ്പിച്ചു, ലൈംഗിക ഉപദ്രവം നടത്തി എന്നാണ് ഇവർ പരാതിയിൽ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ വ്യക്തമായ ചില കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അത് ഒന്നുകൂടി അതിലൊരു ക്ലാരിറ്റി വരാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിവിടെ കാണിക്കാത്തത്. ചെറിയ ഒരു ക്ലാരിറ്റിയുടെ കുറവേ ഉള്ളൂ. മേ ബി ഞാൻ ഈ സംസാരിക്കുന്ന വീഡിയോയ്ക്ക് ശേഷം അടുത്തത് സംസാരിക്കുന്നത് ഇതേ വിഷയമായിരിക്കും. അതിൽ എൻ്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ തെളിവുകൾ ഇപ്പോഴേ എൻ്റെ കയ്യിലുണ്ട്. അത് ക്ലാരിറ്റി കുറവായതുകൊണ്ട് മാത്രമാണ് അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാത്തത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു പോസ്കോ കേസ്, അതും തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് തന്നെ രാഹുലിനെതിരെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമങ്ങൾ നടക്കുന്നത്. ഏതുപോലെ ഈ മൂന്നാമത്തെ പരാതി വളരെ രഹസ്യമാക്കി ഒരു പരാതി ഉണ്ടാക്കിയെടുത്ത് രാത്രിക്ക് രാത്രി രാഹുൽ മാങ്കൂട്ടം താമസിക്കുന്ന സ്ഥലത്തെത്തി രാഹുലിനെ അറസ്റ്റ് ചെയ്തതുപോലെ ഇനിയൊരു പരാതി വരികയാണ്. അത് പോസ്കോ കേസായിരിക്കും. എന്ന് പറഞ്ഞാൽ അതിലെ പരാതിക്കാരിയുടെ പ്രായം 18 താഴെയായിരിക്കും എന്നുള്ളതാണ്. പ്രായപൂർത്തിയാവാത്ത ഒരു പരാതിക്കാരി, അതാണ് മെയിൻ ലക്ഷ്യം വെക്കുന്നത്. ഇതിൽ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് കടക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് 1, 2, 3 പരാതികൾ വളരെ സമാന സ്വഭാവമുള്ളവയായിരുന്നു. അതിൽ വിവാഹിതരാണ് സ്ത്രീകളൊക്കെ, പരാതിക്കാരികളൊക്കെ. ആൻഡ് ഈ പരാതിക്കാരികൾക്കൊക്കെ ദുരനുഭവം ഉണ്ടാകുന്നത് ആദ്യ കൂടിക്കാഴ്ചയിലാണ് എന്നുള്ളതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ പരാതികളൊക്കെ കോടതിയിൽ നിന്ന് അടപടലം മൂഞ്ചിയ സ്ഥിതിക്ക് ഈ മൂന്നാമത്തെ പരാതി ഇനി വരാൻ പോകുന്ന പരാതി, 3 പരാതി ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി വരാൻ പോകുന്ന പരാതി, ആ പരാതിയിൽ പരാതിക്കാരി മൈനർ ആയിരിക്കണം, എന്ന് പറഞ്ഞാൽ 18 വയസ്സ് പൂർത്തിയാവാത്ത ആളായിരിക്കണം എന്നുള്ള ഒരു അണിയറയിലുള്ള വലിയ ഒരു തീരുമാനത്തിന് പുറത്താണ് ഇപ്പോൾ ഈ ചാക്കുമായിട്ട് അച്ഛനമ്മമാരെ ചാക്കിലിടാൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു പേരൻസും തയ്യാറാകുമോ എന്ന് ചോദിച്ചാൽ ആവില്ല. പക്ഷേ സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന ആളുകൾ, അതുപോലെ ഈ വലിയ സാമ്പത്തിക സഹായവുമൊക്കെ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരാളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് ഈ ആളുകൾ കരുതുന്നത്. അപ്പോൾ അതോടൊപ്പം അവരോട് വാഗ്ദാനം ചെയ്യുന്നത് ഇത് ഇപ്പോൾ എന്താണെങ്കിലും CPMൻ്റെ വലിയ AKG സെൻറ്ററിൽ നിന്നുള്ള തിരക്കഥയാണല്ലോ. അതുകൊണ്ട് തന്നെ പരാതിക്കാരിയുടെ ഒരു രീതിയിലുള്ള ഐഡൻറ്റിറ്റിയും ഒരർത്ഥത്തിലും പുറത്തേക്ക് വരില്ല എന്നുള്ള രീതിയിലാണ്. ഒരു രീതിയിലും അങ്ങനെ നിങ്ങളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടില്ല, പുറത്ത് വരില്ല എന്നുള്ള വാഗ്ദാനമാണ് ആദ്യം തന്നെ മുന്നോട്ട് വെക്കുന്നതും. അപ്പോൾ അങ്ങനെ ഒരു അണിയറ നീക്കം ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പോക്സോ കേസ് കൂടി രജിസ്റ്റർ ചെയ്യുവാനുള്ള തത്രപ്പാടിലുള്ള അണിയറ പ്രവർത്തനങ്ങൾ ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് എനിക്ക് പറയാനുള്ളത് കെയർഫുൾ ആയിരിക്കണം എന്നുള്ളതാണ്. കാരണം എത്രയൊക്കെ ഇപ്പോൾ ശ്രമിച്ചു കഴിഞ്ഞാലും പരാതികൾ ഒന്നാമത് പോകുന്നത് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്കാണ് ഡയറക്റ്റായിട്ട്. ഈ പരാതി വന്നോ ഇല്ലയോ എന്നൊന്നും അറിയാനുള്ള സംവിധാനം രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലതാനും. അപ്പോൾ ഏത് നിമിഷവും മറ്റൊരു അറസ്റ്റ് കൂടി രാഹുൽ മാങ്കൂട്ടം പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് ഈ നിലവിലുള്ള പരാതികളിന്മേലായിരിക്കില്ല, പുതിയ പരാതിക്കനുസരിച്ച് ഒരു അറസ്റ്റ്. അത് വരുന്ന ഇനിയിപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഈ ഫെബ്രുവരി മാത്രമാണ്. ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ ഫെബ്രുവരിയിൽ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ പുറത്തേക്ക് വരുമെന്നുള്ളതാണ്. ആ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും വെരി നെക്സ്റ്റ് മൂമെൻറ്റിൽ മേ ബി ഞാനിത് പറഞ്ഞ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് മേ ബി രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിൽ എന്നുള്ള വാർത്ത വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് ഒന്ന്
പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് UDFന്റെ സ്ഥാനാർത്ഥി തന്നെ ആകുമെന്നുള്ള രീതിയിൽ ഈ ജാമ്യം ലഭിച്ചതിന് ശേഷമുള്ള പല വാർത്തകളും പല ചർച്ചകളും നടക്കുന്നുണ്ട്. അതോടൊപ്പം രാഹുലിനെ മത്സരരംഗത്ത് നിന്നും മാറ്റി നിർത്തുക എന്നുള്ളതാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കരുത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാശി. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പോക്സോ കേസ്. കാരണം ഇത്രയും ദിവസം ആളുകൾക്ക് പല ചോദ്യങ്ങളുണ്ടായിരുന്നു. ഈ വിവാഹിതരായ സ്ത്രീകൾ എന്തിന് രാഹുലിനെ തേടി അങ്ങോട്ട് പോയി, ഇവരുടെ സ്ക്രീൻഷോട്ടുകൾ, ഇവരുടെ കാര്യങ്ങൾ, ഇവരങ്ങോട്ട് പോയി രാഹുലിനെ കണ്ടത്, അങ്ങനെ കുറേ കാര്യങ്ങൾ പുറത്ത് വന്നതോടുകൂടി ഈ പരാതികളിലെ ഒരു സ്വാഭാവികമായിട്ട് ജനങ്ങൾ വലിയ ചോദ്യങ്ങൾ എല്ലാം ഉയർത്തിയിരുന്നു. അവിടെയാണ് ഇത്തരത്തിൽ ഒരു മൈനറായിട്ടുള്ള പ്രായപൂർത്തിയാകാത്ത ഒരാളെ മുന്നിൽ വന്ന് നിർത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ അജണ്ടകൾ നടപ്പിലാക്കുവാനുള്ള തത്രപ്പാടുകൾ AKG സെൻറ്ററിൽ നിന്നും റിപ്പോർട്ടർ TVയുടെ ന്യൂസ് റൂമുകളിൽ നിന്നും നടക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും നിരന്തരം AKG സെൻറ്ററിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് നടക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി റിപ്പോർട്ടർ TVയുടെ ബോർഡിലേക്ക് വളരെ കൃത്യമായി എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനുവേണ്ടി പരിശ്രമങ്ങൾ നടത്തുന്നതിൽ ഒരു ഭാഗത്ത് റിപ്പോർട്ടർ TVയും മറുഭാഗത്ത് AKG സെൻറ്ററിലെ പിരായിരിയിൽ നിന്നുള്ള MLAയും കിണറിലിറങ്ങിയ MLAയുമാണ് ഇതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം രാഹുലിനെ മത്സരരംഗത്ത് നിന്ന് മാറ്റി നിർത്തണമെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രാഹുലിനെതിരെ ഒരു പോക്സോ കേസ് ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് അത് കുറച്ച് കാലപ്പഴക്കം ചെന്നതായിരിക്കും. എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിൻ്റെ MLA ആയി വിജയിച്ച് കയറിയ ആ ഘട്ടത്തിൽ നടന്ന ഒരു പീഡനമായിട്ടായിരിക്കും അതിലെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുക. അതോടൊപ്പം അത് VD സതീശനും അതുപോലെ ഷാഫി പറമ്പിലിനും അറിവുള്ള കാര്യമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അവർക്ക് കൂടി അറിയുന്ന കാര്യമാണെന്നുള്ളൊരു പ്രചരണം അഴിച്ചു വിട്ടുകൊണ്ട് ഈ കോൺഗ്രസിന് മുകളിൽ വലിയ ഒരു ആധിപത്യം, കോൺഗ്രസിനെ അടിക്കുവാനുള്ള ഒരു ആയുധമാക്കി മാറ്റുക, ഈ 2 ലക്ഷ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ വളരെ കരുതിയിരിക്കേണ്ട ഒരു ഘട്ടമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് നിമിഷവും ഇനി അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്ന് തന്നെയാണ് കരുതുന്നത്. അതിന് വ്യക്തമായ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അതിന് ചില ക്ലാരിറ്റിയുടെ കുറവുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ അതുമായിട്ട് നിങ്ങൾക്ക് വളരെ കൃത്യമായ തെളിവുകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും.